So, good morning all of you, my dear students. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്ന ടോപ്പിക്ക് ചാപ്റ്റർ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈദ്യുത കാന്തിക ഫലം, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. അതിന് അവസാനത്തെ ടോപ്പിക്കിലായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം പറയാൻ പോകുന്ന ടോപ്പിക്ക് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് എടുത്തതാണ്, പക്ഷെ മലയാളം മീഡിയക്കാർക്ക് എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇതൊരു മിക്സഡ്, ഈ വീഡിയോ ഒരു മിക്സഡ് ക്ലാസ് ആയതുകൊണ്ട് ഞാനത് ആദ്യം മുതലേ പറയാൻ നിർബന്ധിതനാണ്. സോ ആസ് യൂഷ്വൽ ഞാൻ എല്ലാ തവണയും പറയും പോലെ ഇത് ഫിസിക്സ് ആണ്, ഇത് ഊർജ്ജതന്ത്രമാണ്. നമുക്കൊരു എക്സ്പെരിമെന്റ് വഴിയാണ് നമുക്ക് ഇനിയും പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. സോ ആ എക്സ്പെരിമെന്റൽ സെറ്റപ്പിലേക്ക് നമുക്ക് പോകാം. സോ നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. സോ എല്ലാവരും പേജ് നമ്പർ 39 ചിത്രം 2.10 ഫിഗർ 2.10 എടുക്കുക. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെരിമെന്റ് നടത്തിയത് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് വിശദീകരിക്കുക എന്നൊന്നും നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതിൽ കൊടുത്തിട്ടുള്ളത്, അതിലൊരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു കാന്തം കൊടുത്തിട്ടുണ്ട്. ആ കാന്തത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ട ബാർ കാന്തത്തിനെ പോലെ ഒരു നീളമുള്ള കാന്തമല്ല. അതിന്റെ ഷേപ്പ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇറ്റ് ഈസ് എ യു ഷേപ്പ്ഡ് മാഗ്നറ്റ്. യു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിലെ യു എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ അക്ഷരത്തിന്റെ ആകൃതിയിലുള്ള മാഗ്നറ്റ്, ഒരു കാന്തമാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് യു ഷേപ്പ്ഡ് മാഗ്നറ്റ്, യു ആകൃതിയിലുള്ള കാന്തം അല്ലെങ്കിൽ യു മാഗ്നറ്റ്, യു കാന്തം, അങ്ങനെയാണ് നമ്മൾ വിളിക്കല്. യു കാം അല്ല, യു കാന്തം. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ആ ഷേപ്പ് വന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഇതാ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ കൊണ്ട് ഞാൻ ഒരു യു ഷേപ്പിലുള്ള ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. തട്ടിക്കൂട്ട് സാധനമാണ്. എൻ്റെ കയ്യിൽ യു ഷേപ്പിയുടെ കാന്തം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഓഫ്ലൈൻ ക്ലാസ്സിലൂടെ പറഞ്ഞാലേ ആ ഒരു, ഇനിയിപ്പോൾ നമ്മളെടുത്ത് ഒറിജിനൽ കാന്തം ഉണ്ടെങ്കിലും അത് വെച്ചൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ അത് ഒരു ഓഫ്ലൈൻ ക്ലാസ്സസ് ആയി മാറണം. എന്നാലേ നമുക്ക് ആ ഇതിൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ യു മാഗ്നറ്റ്. അപ്പോൾ ഈ യു മാഗ്നറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അങ്ങനൊരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സംഗതി, പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ കാരണം തന്നെയാണ്. ഇതാണല്ലോ നമ്മുടെ മാഗ്നറ്റ്. സപ്പോസ് നമ്മളെടുത്തുള്ള ഒരു ബാർ മാഗ്നറ്റ് ആണെന്ന് കൂട്ടിക്കോളി. ഇതാ ബാർ മാഗ്നറ്റ്, ഇപ്പൊ ബാർ മാഗ്നറ്റ് ആയില്ലേ, യു ഷേപ്പ്ഡ് അല്ല, ഇതാ ബാർ മാഗ്നറ്റ് ആയല്ലോ. ബാർ മാഗ്നറ്റ് ആണെങ്കിൽ എന്തേ കാരം, ഒരു എൻഡ് നോർത്ത്, ഒരു എൻഡ് സൗത്ത്. നമുക്ക് ആ എൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ ഒന്നും പറ്റൂലല്ലോ. നോർത്ത് നോർത്തായിട്ട് തന്നെ നിൽക്കും, സൗത്ത് സൗത്ത് ആയിട്ട് തന്നെ നിൽക്കും. അതിന് പുറമെ രണ്ട് ഡയറക്ഷനിലേക്കാണ്, ഒന്ന് വലത്തോട്ടാണെങ്കിൽ മറ്റൊന്ന് ഇടത്തോട്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് ഒരു യു ഷേപ്പ്ഡ് മാഗ്നറ്റ് ആണെങ്കിൽ ഇതാണ് അതിന്റെ പളി 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 ഇതാണ് അതിന്റെ നോർത്ത്, ഇതാണ് അതിന്റെ സൗത്ത്. ഇതാണ് അതിന്റെ സൗത്ത്. എസ് നാട്ടോ വയ്ക്ക, ഇതാണ് അതിന്റെ സൗത്ത്. അപ്പൊ ഒരേ ഡയറക്ഷനിൽ നമുക്ക് ഈ മുകളിലുള്ള ആള് നോർത്ത്, താഴെയുള്ള ആള് സൗത്ത്. അത് നിങ്ങൾ ചിത്രം 2.10 നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിലുള്ള ആള് നോർത്ത്, താഴെയുള്ള ആള് സൗത്ത്. ഓക്കെ, ഒരേ ദിശയില് നോർത്തിനെയും സൗത്തിനെയും നമുക്ക് കിട്ടൂലേ, ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും നമുക്ക് കിട്ടൂലേ. ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിലോ നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ, നോർത്ത് ഇവിടെ, സൗത്ത് ഇവിടെ. പക്ഷെ ഒരു യു മാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടിനെയും ഒരേ ഡയറക്ഷനിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ നമ്മൾ എന്തുപയോഗിക്കുന്നത്, യു മാഗ്നറ്റ്, യു കാന്തം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി മുകളിലുള്ള ആളാണ് നോർത്ത്, താഴെയുള്ള ആളാണ് സൗത്ത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എവിടെ നിന്ന് എവിടേക്കാണ് സഞ്ചരിക്കുക? കാന്തിക മണ്ഡല രേഖകൾ ഫ്രം വേർ ടു വേർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോർത്ത് പോൾ ടു സൗത്ത് പോൾ, ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക്. അപ്പോൾ കാന്തിക മണ്ഡല രേഖകളുടെ ദിശ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴേക്ക് അല്ലേ, താഴേക്ക്.
ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ നമ്മുടെ മാഗ്നറ്റ്. ഈ മാഗ്നറ്റിന്റെ ഉള്ളിൽ കൂടെ ഇതാ ഇങ്ങനെ ഉള്ളിൽ കൂടെ, ഓക്കെ, ഈ ഉള്ളിലൂടെ നമ്മളുടെ പെൻസിൽ വെക്കുകയാണ്. പെൻസിലല്ല, ഒരു മെറ്റൽ. ചിലപ്പോൾ മെറ്റലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെൻസിൽ എടുത്തത്. ഓക്കെ, പെൻസിൽ. ഇതിന്റെ ഈ ഒരു നിബില്ലേ, മൊനയുള്ള ഭാഗം, ഇങ്ങേര് ഈ നിബ്, അത് ബി ആണ്. ഈ എൻഡ്, നിബ് ഇല്ലാത്ത എൻഡ് എ ആണ് കേട്ടോ. നിബ് ഇല്ലാത്ത എൻഡ് എ ആണ്, നിബ് ഉള്ള എൻഡ് ബി ആണ്. എയും ബിയും മാറിപ്പോയരുത്, കൺഫ്യൂഷൻ ആവുന്നുള്ള പോലെ എഴുതി വെച്ചോളൂ. എങ്ങനെയല്ല, ഇങ്ങേര് ബി ആണ്, നിബ് ഉള്ളത് എ എൻഡ് ആണ്. ഓക്കെ, ഇതാ ഞാൻ ഇങ്ങനെ വെച്ചു. ഇതാ നമ്മുടെ യു ഷേപ്പ്, അതിന്റെ ഉള്ളില് യു ഷേപ്പ്ഡ് മാഗ്നറ്റ്, യു ഷേപ്പ് കാന്തം, അതിന്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ മാഗ്നറ്റ് വെച്ചു, നമ്മുടെ മെറ്റൽ വെച്ചു. ഇതാണ് എ, ഇതാണ് ബി. ഓക്കെ, എന്നിട്ട് നമ്മൾ എ മുതൽ ബി വരെ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു. അങ്ങനെ കിട്ടുന്ന സെറ്റപ്പില് നമ്മൾ വൈദ്യുതി കടത്തിവിട്ടു. ഓക്കെ, എവിടെ? ഇവിടുന്ന് ഇവിടെ വരെ, എയിൽ നിന്ന് ബിയിലേക്ക്. ഓക്കെ, ഇത് ഓൾറെഡി ഒരു കാന്തല്ലേ. ഇതിന് ചുറ്റും ഒരു കാന്തിക മണ്ഡല രേഖകൾ, അല്ലെങ്കിൽ കാന്തിക മണ്ഡലം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ഉണ്ടാവും. ഇതൊരു വയറല്ലേ, അല്ലെങ്കിൽ ഒരു മെറ്റൽ അല്ലേ ഇത്? ഇതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോ ഇതൊരു കാന്തമായിട്ട് പ്രവർത്തിക്കൂലേ? പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ ഇതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവൂലേ? ഇതിനു ചുറ്റും അതായത് നമ്മുടെ മെറ്റൽ, ഇതിനു ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവൂലേ? അതിന്റെ ഫലമായിട്ട് ഈ ചങ്ങായി ആടി കളിക്കാൻ തുടങ്ങും. നമ്മള് ഇങ്ങനെ വെച്ച് എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി കടത്തി വിട്ടപ്പോൾ, ഇതിപ്പോ ഇങ്ങനെ സെന്ററിലേക്ക് ഈ യു ഷേപ്പ് മാഗ്നറ്റിന്റെ ഒരു എൻഡ് ഇതും മറ്റേ എൻഡ് ഇതുമാണെന്ന് കൂട്ടിയാൽ, ഇതിപ്പോ അതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ പുറത്തേക്കാണ് പോകുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഡിഫ്ലക്ട് ചെയ്തു, പുറത്തേക്ക് വിഭ്രംശിച്ചു പോന്നു, തിരിച്ചിങ്ങോട്ട് ഇതേ കണ്ട് തന്നെ വന്നു. പിന്നെ ഇങ്ങ് പോകും. നമ്മൾ എത്ര കറണ്ട് കടത്തി വിടുന്നോ അതിനനുസരിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുക ഇങ്ങോട്ട്. എങ്ങനെ നമ്മള് യു മാഗ്നറ്റ് എടുത്തു, അതിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ നമ്മുടെ മെറ്റൽ വെച്ചു. ഇത് എ, ഇത് ബി. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി കടത്തിവിട്ടു. അപ്പോ ദാ നമ്മൾ ആള് ദാ ഇങ്ങനെ കിടന്ന് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ സർക്യൂട്ട് ഒന്ന് തിരിച്ചു കൊടുത്തു. അതായത് നേരത്തെ എയിൽ നിന്ന് ബിയിലേക്കല്ലേ വൈദ്യുതി കടന്നു പോയത്, ഇനി നമ്മൾ ബിയിൽ നിന്ന് എയിലേക്ക് വൈദ്യുതി കടത്തിവിട്ടു. എയിൽ നിന്ന് ബിയിലേക്ക് വൈദ്യുതി കടത്തിവിട്ടപ്പോ ആള് ഇങ്ങനെയായിരുന്നു പോയിരുന്നത്. അപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് വൈദ്യുതി കടത്തിവിട്ടപ്പോ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ആള് ഇങ്ങോട്ട് പോയി ഇതിന്റെ എൻഡിൽ തട്ടി തിരിച്ചിങ്ങോട്ട് പോകുന്നു, സെന്റർക്ക് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയാണ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എയിൽ നിന്ന് ബിയിലേക്ക് കടത്തി വിട്ടപ്പം ഇങ്ങനെ, ബിയിൽ നിന്ന് എയിലേക്ക് കടത്തി വിട്ടപ്പം ഇങ്ങനെ. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് കിട്ടി. അപ്പൊ നമുക്ക് അതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ വൈദ്യുതിയുടെ ഡയറക്ഷൻ മാറ്റി, വൈദ്യുതിയുടെ ദിശ മാറ്റിയപ്പോൾ ഇലക്ട്രിക് ഫ്ലോന്റെ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ മാറ്റിയപ്പോൾ അത് നമ്മളുടെ മെറ്റലിന്റെ മൂവ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മെറ്റലിന്റെ ചലനത്തെ, അല്ലെങ്കിൽ നമ്മുടെ ലോഹത്തിന്റെ ഏത് വസ്തുവാണോ നമ്മൾ എടുത്തത് അതിന്റെ ചലനത്തെ അത് സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റിൽ ഇപ്പൊ എങ്ങനെയാ കൊടുത്തത്? വൈദ്യുത പ്രവാഹ ദിശ, ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, നോക്കിടാ. ഇനി അടുത്ത് പറയാനുള്ളത് നമ്മളുടെ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞത് നോർത്ത് മേലെ, സൗത്ത് താഴെ അല്ലേനോ? നമ്മൾ നേരെ ഇതിനൊന്ന് തിരിച്ചു വെക്കുകയാണ്.
സൗത്ത് മോളിൽ, നോർത്ത് താഴെ അല്ലേ? അപ്പൊ എവിടുന്നേക്കാരം? ഇവിടുന്ന് മുകളിലോട്ടല്ലായിരിക്കും അല്ലേ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, കാന്തിക മണ്ഡല രേഖകൾ സഞ്ചരിക്കുക അല്ലെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. യെസ്, എക്സാക്ട്ലി. ഇനി ഇതാ നമ്മളുടെ കണ്ടക്ടർ, നമ്മുടെ മെറ്റല്. ഇതാണ് എ, ഇങ്ങേരാണ് എ, ഇതാണ് ബി, നിബുള്ള ഭാഗമാണ് ബി. നേരത്തെ പോലെ വെച്ചു. വൈദ്യുതി എയിൽ നിന്ന് ബിയിലേക്ക് കടത്തിവിട്ടു. നേരത്തെ നോർത്ത് മേലായിരുന്നപ്പോ ആൾ ഇങ്ങോട്ടായിരുന്നില്ലേ പോയിരുന്നത്? യെസ്, ആയിരുന്നു. പക്ഷെ ഇപ്പൊ നോർത്ത് താഴെ ആയിരുന്നപ്പോ നേരത്തെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയപ്പോ ആൾ പോയത് ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്നു. ഓക്കെ, ഇനി നമ്മൾ കറന്റിന്റെ ഡയറക്ഷൻ മാറ്റി. നേരത്തെ എ മുതൽ ബി വരെ ആയിരുന്നു. ഇനി നമ്മൾ നേരത്തെ സെറ്റപ്പിൽ തന്നെ രണ്ടാമത്തെ ആള് ബി മുതൽ എ വരെ ആക്കി. നേരത്തെ ബി മുതൽ എ വരെ വിട്ടപ്പോ ആള് പോയിനത് ഇങ്ങനെയായിരുന്നു. ഇപ്പോ നമ്മൾ പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോ ആള് പോകുന്നത് ഇങ്ങോട്ടാണ്. അപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്ന ആളെ നമ്മളൊന്ന് ഇങ്ങനെ തിരിച്ചു വെച്ചപ്പോ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താ? നേരത്തെ നമുക്ക് കിട്ടിയ എക്സ്പെരിമെന്റിന്റെ, നേരത്തെ നമുക്ക് കിട്ടിയ നിരീക്ഷണം എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ഇതിനെ സ്വാധീനിക്കുന്ന കണ്ടക്ടറിന്റെ, ചാലകത്തിന്റെ ചലനത്തെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമായിട്ട് നമുക്ക് പറഞ്ഞൂടെ കാന്തിക മണ്ഡലത്തിന്റെ ദിശ എന്നുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഇപ്പൊ രണ്ടാമത്തെ ആള്, ഒന്നാമത്തെ ആള് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ ആള്. ഓക്കെ, അപ്പോ ഒന്ന് വൈദ്യുത പ്രവാഹത്തിന്റെ ദിശ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്. രണ്ടാമത്തത് കാന്തിക മണ്ഡലത്തിന്റെ അല്ലെങ്കിൽ കാന്തിക മണ്ഡല രേഖകളുടെ ദിശ, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. സെറ്റ് അല്ലേ? ഓക്കെ, ഇനിയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോകുകയാണ്. നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ, നോർത്ത് മുകളിൽ, സൗത്ത് താഴെ. അപ്പൊ മുകളിൽ നിന്ന് താഴേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇത് പറയാന് ഞാനിപ്പോ തൽക്കാലത്തിന് ഇങ്ങനെ പിടിക്കാം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ആ ലെഫ്റ്റ് ഹാൻഡിലെ 3 വിരലുകൾ പരസ്പരം ലംബമായിട്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ പിടിക്കുക. തൽക്കാലത്തിന് ഇതിനങ്ങോട്ട് മാറ്റിവെക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഇതാ, ഇതിലെ 3 ഫിംഗേഴ്സ് പരസ്പരം, 3 അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കണം, ലംബമായിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇതാ ഇത്. ഇങ്ങനെ സെറ്റ് അല്ലേ? ഇങ്ങനെ ഇത് നമ്മളുടെ തള്ളവിരല്, അതും ഇത് നമ്മുടെ ചൂണ്ടുവിരല്. ഇത് 90 ഡിഗ്രി അല്ലേ? ഇതും നടുവിരലും 90 ഡിഗ്രി അല്ലേ? ഇതും 90 ഡിഗ്രി അല്ലേ? ഇതേപോലെ വെക്കുക, ഇതേപോലെ. ഓക്കെ, ഇനി നമ്മുടെ ചൂണ്ട് വിരല്, 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലാണ് എന്ന് കരുതിക്കോളി. അസ്യൂം ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ ചൂണ്ടുവിരല്, ഇങ്ങേര് ചൂണ്ടുവിരല്, ഇതാ നോർത്ത് സൗത്ത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോ താഴേക്കല്ലടാ, അപ്പൊ ഇങ്ങേര് താഴേക്ക്. ഓക്കെ, ഇങ്ങേര് താഴേക്ക്. തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങേര് താഴേക്ക്. ഓക്കെ, ഇങ്ങേര് താഴേക്കാണ് കേട്ടോ. ഇതിന്റെ പൊസിഷൻ മാറ്റരുത്. ഇങ്ങേര് താഴേക്ക്. ഓക്കെ, ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മളുടെ മിഡിൽ ഫിംഗർ. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ നോർത്ത് സൗത്ത് വെച്ചു. എന്നിട്ട് ഒരു മിനിറ്റ്, ഇതിപ്പോ 2 കൈയേ ഉള്ളൂ. അപ്പോ നോർത്ത് സൗത്ത് വെച്ചതാ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയല്ലേ നമ്മുടെ കണ്ടക്ടർ വെച്ചിന്. ഇത് ബി, ഇത് എ. ഇങ്ങനെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക്. നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മൾ കറണ്ട് കടത്തി വിട്ടത് കൂട്ടിക്കൊടി അല്ലെ?
ഇങ്ങനെ നമ്മൾ വെച്ചു. ഓക്കെ, അപ്പൊ അതാ മാഗ്നറ്റിക് ഫീൽഡ് താഴേക്ക്. അപ്പൊ ചൂണ്ടുവിരല് താഴേക്ക്, നടുവിരലാണ് കറന്റിന്റെ ഡയറക്ഷൻ. നടുവിരല് ഇങ്ങോട്ട്. ഇങ്ങനെ വെച്ചാല് ഇതാ ഇത് താഴോട്ട്. നടുവിരലിന്റെ കറന്റ് ഇങ്ങോട്ടല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് അല്ലേ കറന്റ് പോകുന്നത്. അപ്പൊ ദാ ഇങ്ങനെ അല്ലേ. അപ്പോ ഇങ്ങനെ വെക്കുമ്പോ ഇത് താഴോട്ട്. ചൂണ്ടുവിരൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെതാണ്, കാന്തിക മണ്ഡലം. ഇത് താഴോട്ട്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കാന്തിക മണ്ഡല രേഖകളുടെതാണ്. അപ്പൊ ഇത് ഇങ്ങോട്ട്. അപ്പോ നമ്മുടെ തമ്പ് നിൽക്കുന്നത് നിങ്ങളൊന്ന് വെച്ച് നോക്കി. നമ്മുടെ തമ്പ് എനിക്ക് നേരെ ഇങ്ങനെ അസ്യൂം ചെയ്തല്ലേ നിൽക്കുന്നത്. എനിക്ക് നേരെ എന്നിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്. ഈ തമ്പിന്റെ ഡയറക്ഷൻ, ചൂണ്ടുവിരല് കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലും നടുവിരല് കറന്റിന്റെ ഡയറക്ഷനിലും വെച്ചാൽ, പിന്നെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പരസ്പരം ലംബമായിട്ട് വെച്ചിട്ടുള്ളതാ ഇങ്ങേര് ഈ തമ്പ് നമ്മൾക്ക് ഈ ചാലകത്തിന്റെ മൂവ്മെന്റ്, ചലനം എങ്ങോട്ടാണെന്ന് നമ്മൾക്ക് പറഞ്ഞു തരും. ഇങ്ങനെ വെച്ചു. ഇങ്ങോട്ടല്ലേ നമ്മുടെ ചാലകം മൂവ് ചെയ്യണത്. നേരത്തെ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനി നേരത്തെ എക്സ്പെരിമെന്റ് വെച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെരിമെന്റ് വിശദീകരിക്കാനൊന്നും നിങ്ങളോട് ചോദിക്കൂല. ജസ്റ്റ് ഈ പറഞ്ഞ പോയിന്റ് പഠിക്കുക. 3 ഫിംഗേഴ്സ് ഇങ്ങനെ വെക്കുകയാണ്. അതിൽ ചൂണ്ടുവിരല് 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെതും മിഡിൽ ഫിംഗർ കറണ്ടിന്റെ വൈദ്യുതിയുടെ ഡയറക്ഷനും. ഇത് കാന്തിക മണ്ഡലത്തിന്റെ ദിശ, ഇത് വൈദ്യുതിയുടെ ദിശയും തന്നാൽ ഇങ്ങേര് ചലനത്തിന്റെ കണ്ടക്ടറിന്റെ ചാലകത്തിന്റെ ചലനം, മൂവ്മെന്റ് ഓഫ് ദ കണ്ടക്ടറിന്റെ ദിശ നമ്മൾക്ക് തരും. അത് പറയാനാണ് ഇത്രയും പറഞ്ഞു കൊണ്ടുവന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ്. നമ്മളിതാ ഇങ്ങനെ നമ്മുടെ കൈ പിടിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ആൾ ഇതല്ലേ. ഫസ്റ്റ് വരുന്ന ആളിത്, പിന്നെ ഇത്, ഇങ്ങനെയല്ലേ നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ഫസ്റ്റത്തെ ആള് ഫാദർ, സെക്കൻഡത്തെ ആള് മദർ, മൂന്നാമത്തെ ആള് ചൈൽഡ്. ഫാദർ, മദർ, ചൈൽഡ്. ഫാദറിന്റെ എഫ്, മദറിന്റെ എം, ചൈൽഡിന്റെ സി. ഫാദറിന്റെ എഫ് എന്ന് പറയുമ്പം ഫോഴ്സ്, ഫലം അനുഭവപ്പെടുക. ഏത് ദിശയിലാണോ ഫലം അനുഭവപ്പെടുന്നത് ആ ദിശയിലേക്കല്ലേ നമ്മുടെ വസ്തു ചലിക്കുക, നമ്മുടെ കണ്ടക്ടർ ചലിക്കുക. അപ്പൊ എഫ് ഫാദർ, ഫോഴ്സ്. എം മദർ, മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം. സി ചൈൽഡ്, കറന്റ്. ഫാദർ, മദർ, ചൈൽഡ്. എഫ് എം സി, ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറന്റ്. ബലം, കാന്തിക മണ്ഡലം, കറന്റ്, വൈദ്യുതി. സോ ഇത്രേ പറയാനുള്ളൂ. എക്സ്പെരിമെന്റിൽ ഇനി കൺഫ്യൂഷൻ ആയി നിൽക്കണ്ട. ഈ ഒരൊറ്റ പോയിന്റ് മാത്രം പഠിക്കാം. ലെഫ്റ്റ് ഹാൻഡ് വെക്കണം. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, ലെഫ്റ്റ് ഹാൻഡ് വെക്കണം. നേരത്തെ നമ്മൾ മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് അത് പറഞ്ഞപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ആണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഗതി. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം. ഇത് കറന്റ് ആണെങ്കിൽ ഇത് ചലനം തരും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് സംഗതി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.